ഈശോ ആരാണ്? ഈശോയുടെ വ്യക്തിത്വം എന്താണ്? 4 സുവിശേഷങ്ങളിൽ വെച്ച് സഭാ പണ്ഡിതന്മാർ പറയുന്നത് വളരെയധികം ഉൾക്കാഴ്ചകൾ നിറഞ്ഞ സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യം വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വചനമായി നമ്മുടെ ഇടയിൽ വസിച്ച ദൈവം. ഈ വചനം ദൈവത്തോടു കൂടെ ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു. യോഹന്നാൻ പറയുന്നു ഈശോ ദൈവമാണെന്നും ആദിയിൽ തന്നെ ദൈവത്തോടു കൂടെയായിരുന്ന ദൈവത്തിന്റെ വചനമായിരുന്നു. ശേഷം ഭൂമിയിൽ അവന്റെ ദൈവത്വം സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ അവനെ കുറിച്ച് പറയുന്നത്, എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു, എങ്കിലും ഞാൻ വന്നതിന് ശേഷം ഈ ഭൂമിയിലേക്ക് വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, എന്നേക്കാൾ ഒരുപാട് വലിയവനാണ് അവൻ. യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് ഇപ്രകാരമാണ്: പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്: ദൈവം അരുൾ ചെയ്തു. എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വാക്ക് അരുൾ ചെയ്യുക. ഈ വാക്കാണ് പിന്നീട് നമ്മുടെ ഇടയിൽ മാംസമായി ധരിച്ച ക്രിസ്തു.